എന്നവർക്ക് തോന്നരുത് എന്ന് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഇവർക്ക് എന്താണ് അഭിപ്രായം എന്ന് കൂടി ഇവർ പറയണം. അതായത് ഭീകരവാദികളെ, തീവ്രവാദ പ്രവർത്തനങ്ങളുമായി, രാജ്യവിരുദ്ധതകളുമായി മുന്നോട്ട് പോകുന്ന ആളുകളെ കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കരുത്, അവരെ കയറൂരി വിട്ടാലേ അവർക്ക് അധികാരത്തിലെത്താൻ പറ്റൂന്ന് തന്നെയല്ലേ മനസ്സിലായത്. ഇപ്പോ ഈ സംഘടനയെ നിരോധിച്ച സമയത്ത് ഈ നേതാക്കളെ പോലീസ് ലക്ഷ്യമിടുന്നു എന്നതുകൊണ്ട് മാത്രം പ്രതിഷേധിച്ച് നടത്തിയ ഒരു പ്രകടനം നമുക്കറിയാം. പാർട്ടി അംഗങ്ങൾ ഉണ്ടായിരുന്നു, അതിനകത്ത് ഇടതു വലതു പാർട്ടികൾ ഉണ്ടായിരുന്നു. ആ പ്രവർത്തകരെയൊക്കെ പിരിച്ചുവിടുന്നതിനു വേണ്ടി പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കുവാണ്. എന്തിന്? ഈ രാജ്യത്തിന്റെ ക്രമസമാധാന നില മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നത് കേന്ദ്ര സർക്കാർ മാത്രം. സംസ്ഥാന സർക്കാർ പോലും അതിന് ഒപ്പം നിൽക്കുന്നില്ല. ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അവര് പോലും തീവ്രവാദികൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. നമുക്ക് രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് അനുഭാവികളുള്ള ഈ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘാടകർ മുന്നോട്ട് വെക്കുന്നത് സംഘവിരോധമാണ്. അതായത് സംഘി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, മുമ്പ് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, എന്നെ വേശ്യ എന്ന് വിളിച്ചോളൂ, എന്നാലും സംഘി എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞത്. അപ്പോ ഇവരുടെ നഖത്തിന്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന ഈ സംഘവിരോധമുണ്ടല്ലോ, ഇത് ഈ രാജ്യത്തെ ബാധിക്കുന്ന വിപത്താണ്. ഈ രാജ്യത്തെ ബാധിച്ചുകൊണ്ടിരിക്കുവാണ് അവര്. ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അനുഭാവികളുള്ള ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടന ആദ്യം തന്നെ ചെയ്തത് BJP വിരോധം മുസ്ലിങ്ങളിൽ കുത്തിനിറയ്ക്കുക. അതിനവര് ഏറ്റവും വലിയ ഈറ്റില്ലമായി കണ്ടത് മസ്ജിദുകളെയാണ്. പള്ളി മിനാരങ്ങളിലൂടെ, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉയരുന്ന കുത്തുബകളിലൂടെ അവർ പ്രധാനമായും ലക്ഷ്യം വെച്ചത് BJP വിരോധവും മോദി ഫോബിയയുമാണ്. നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് ഹൈഡ്രോഫോബിയ. അതായത് വെള്ളം കണ്ടാൽ പേടിക്കണം, വെള്ളത്തെ പേടിക്കേണ്ട കാര്യമില്ല, അത് ഫോബിക്കാണ്. അതായത് ഇല്ലാത്ത ഒന്നിനെ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനെയാണ് ഭയം. ഇത് ഇസ്ലാം ഫോബിയ അല്ല, ഇസ്ലാം ഫിയർ ആണ്. ഇസ്ലാം ഭയപ്പെടേണ്ടുന്ന ഒരു വസ്തുത തന്നെയാണ്. അപ്പോ മോദിയെ ഭയപ്പെടേണ്ടതല്ല. എന്നിട്ടും മോദി ഫോബിയ ഈ രാജ്യത്തുടനീളം ഇവര് കൊണ്ടു നടന്നത് എന്തിനാണ്? നമുക്കറിയാം. സ്വാമിനാഥൻ നടരാജൻ, അതുപോലെ ഫൈസൽ മുഹമ്മദ് അലി, ഇവരൊക്കെ BBC വേൾഡ് സർവീസ് തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ട് എന്ന് ആരോപിച്ച് വിവാദ മുസ്ലിം ഗ്രൂപ്പായ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ ഇന്ത്യൻ സർക്കാർ 5 വർഷത്തേക്ക് നിരോധിച്ചതിന്റെ കാരണങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞെട്ടിത്തരിച്ചത് ലോകമാണ്. അതൊന്ന് പുറത്തു പറയാൻ, അതൊന്ന് റിപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളോ അതുപോലെ അന്തിചർച്ചയ്ക്ക് പോയിരിക്കുന്ന ചാനൽ മേലാളന്മാരോ തയ്യാറായിട്ടില്ല. കാരണം ഇത് ഫിയറാണ്. ഇവരെ സംബന്ധിച്ച് ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രധാനമായും പറഞ്ഞത്, ചാണകത്തിൽ ചവിട്ടിയോ അമേദ്യത്തിൽ ചവിട്ടിയോ നമ്മുടെ രാജ്യം ഏത് രൂപത്തിലാണ് പോകുന്നത്? രാജ്യത്തിന്റെ പബ്ലിക് ഖജനാവ് കൊള്ളയടിക്കുന്നുണ്ടോ? ആദ്യം പറഞ്ഞു നരേന്ദ്രമോദി രാജ്യം മുഴുവനും സഞ്ചരിക്കുന്നു. രാജ്യം മുഴുവനും സഞ്ചരിച്ചിട്ട് ഖജനാവിന്റെ പണം എണ്ണി അദ്ദേഹം തിന്നുമുടിക്കുന്നു. അദ്ദേഹം ചികിത്സയ്ക്കു വേണ്ടി, നമ്മൾ അറിയണം, ഇതൊക്കെ നമ്മൾ പ്രചരിപ്പിക്കേണ്ടുന്ന വസ്തുതയാ, ലോകം അറിയേണ്ടുന്ന വസ്തുതയാ. ചികിത്സയ്ക്കു വേണ്ടി റിപ്പബ്ലിക്കിന്റെ ഖജനാവിൽ നിന്ന് ഒരു നാണയത്തൊട്ട് പോലും എടുത്തിട്ടില്ല. വർഷം ഇതുവരെ കേന്ദ്ര ഭരണത്തിൽ ഇരിക്കുക. ഒരു നാണയം പോലും താൻ അധ്വാനിക്കാത്ത പണം തനിക്ക് ആവശ്യമില്ല. കാരണം മക്കളില്ല, തലമുറകളോളം തിന്നാനുള്ളത് രാജ്യത്തെ കട്ടുപിടിച്ചുണ്ടാക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് കുടുംബ സമ്പ്രദായവുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. മക്കത്തായവും മരുമക്കത്തായവും ഒന്നും ഈ രാജ്യം ഞാനിരിക്കുന്നിടത്തോളം കാലം ഒരു ഭീകരവാദിയും ഒരു തീവ്രവാദിക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ രാജ്യസ്നേഹം കാരണമാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരരും അതുപോലെ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ പടർത്തിവിടുന്ന ഫോബിക്കിൽ അകപ്പെട്ടിട്ടുള്ള മുസ്ലിങ്ങളും പറയുന്നത് ചാണകത്തിൽ ചവിട്ടരുത്. മോദി ഫോബിയ ഇവരിങ്ങനെ സ്പ്രെഡ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ നമ്മൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ തന്നെ ചാണകത്തിൽ ചവിട്ടാത്തത് കൊണ്ട് കേരളത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ ദിവസവും നമ്മൾ TV തുറന്നു നോക്കുമ്പോൾ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുമ്പോൾ തന്നെ ഭയപ്പാടോടുകൂടി അതല്ലെങ്കിൽ നമ്മുടെ അരികത്ത് കുട്ടികളുണ്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രായമായവർ ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇന്നിപ്പോൾ ചാനലുകളായാലും സോഷ്യൽ മീഡിയയിൽ തുറക്കാൻ പറ്റുകയുള്ളൂ എന്ന അവസ്ഥ തന്നെയാണുള്ളത്. ഇന്ന് മുതൽ രാവിലെ മുതൽ വാർത്തകൾ കേട്ടതിൽ പ്രധാനപ്പെട്ട 2-3 വാർത്തകൾ നമ്മളിവിടെ ഉദ്ധരിക്കേണ്ടതുണ്ട്. ചാണകത്തിൽ ചവിട്ടാത്ത ഈ പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കുന്ന കാര്യം,
കാര്യങ്ങൾ. അതിൽ വയനാട്ടിലെ ആ ഒരു കുട്ടിയുടെ കൊലപാതകത്തെ മാറ്റിവെക്കാം, അത് ഇന്നലെ നമ്മൾ കാണുന്നതായതുകൊണ്ട് അത് മാറ്റിവെക്കാം. മറ്റൊരു വാർത്തയായിരുന്നു 80 വയസ്സ് കഴിഞ്ഞ ഒരു വൃദ്ധ ഇന്ന് ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു വാർത്ത. എന്തിനു വേണ്ടിയായിരുന്നു ഈ പറയുന്ന ചാണകം ചവിട്ടാത്ത കേരളത്തിൽ ഈ പറയുന്ന സംഘി BJP വിരുദ്ധത പടർത്തിക്കൊണ്ട് ഇവിടെ ഇസ്ലാമിക ഭീകരന്മാരുടെ കാലുറപ്പിച്ച് നിർത്താൻ വേണ്ടി ഹെഡ് ഓഫീസാക്കി മാറ്റിയ ഇവിടെ എന്തുകൊണ്ടാണ് ആ അമ്മയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ടത് വന്നത് എന്ന് ചിന്തിക്കുന്നില്ല. ഇവിടത്തെ പ്രബുദ്ധനാണ് ഞാൻ എന്ന് പറഞ്ഞ് നടക്കുന്ന മലയാളി എന്നതാണ് യാഥാർത്ഥ്യം. ആ അമ്മയ്ക്ക് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള പെൻഷൻ തുക മുടങ്ങിയിട്ട് ആഴ്ചകളായി എന്നുള്ള വാർത്ത ഒരു മലയാളിയും പ്രചരിപ്പിക്കില്ല, ഒരു മാധ്യമവും പ്രചരിപ്പിക്കില്ല. മാത്രമല്ല മലയാളിയുടെ വീട്ടിൽ സംഭവിച്ചാൽ മാത്രമേ അത് എന്നെ ബാധിക്കുന്ന വിഷയമാവുകയുള്ളൂ എന്ന ചിന്തയുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ അനാഥാലയങ്ങളും അതുപോലെ വൃദ്ധസദനങ്ങളുമുള്ള ഈ കേരളം എന്നത് എടുത്ത് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് അവനവന്റെ വീട്ടിൽ വൃദ്ധകൾ ഉണ്ടെങ്കിൽ പോലും അതിനെ കാര്യമായിട്ട് മനസ്സുകൊണ്ട് ചിന്തിക്കാതെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാത്ത മനുഷ്യന്മാരായി മാറിയിട്ടുള്ള ഈ കേരളത്തിൽ കേട്ട ആ ഒരു വാർത്തയെ നമ്മൾ മാറ്റി വെക്കേണ്ടതുണ്ട്. അത് ചാണകത്തിൽ ചവിട്ടാത്ത കേരളത്തിൽ നിന്ന് മാത്രം ഇന്ന് കേൾക്കുന്ന വാർത്തയാണ്. മറ്റൊന്നാണ്, നമ്മൾക്കറിയാം അന്യ സംസ്ഥാനങ്ങളിലേക്ക് നോക്കി ഏകദേശം മോദി സർക്കാർ വരുന്നതിന് മുൻപ് 10 വർഷങ്ങൾക്ക് മുൻപ് നോക്കിക്കൊണ്ട് ഉത്തരേന്ത്യയിലേക്കും അതല്ലെങ്കിൽ യോഗി സർക്കാർ വരുന്നതിന് മുൻപ് ഉത്തരേന്ത്യയിലേക്കും മറ്റ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് റെയിൽവേ പാളത്തിൽ തൂറുന്നവനല്ലേ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ റെയിൽവേ പാളത്തിൽ ഇരുന്ന് കക്കൂസ് ഉപയോഗം നടത്തുന്നവരല്ലേ നിങ്ങളൊക്കെ, മനുഷ്യനാവണം എന്നുണ്ടെങ്കിൽ കേരളത്തിലേക്ക് വരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ട്രോളുകളും ഇന്ന് പോലും കണ്ടു. മനുഷ്യനാവാനും ഹിന്ദു ആവാനും 2 തരം തിരിച്ചാണ് ഇവർ പറഞ്ഞത്. ഉത്തരേന്ത്യയിലും മറ്റു BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദുവായി ജീവിക്കാം, പക്ഷേ മലയാളത്തിൽ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ വ്യത്യാസമുണ്ട്, കേരളത്തിൽ മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന ആ ഒരു മുദ്രാവാക്യമൊക്കെ ഉയർത്തി നടക്കുന്ന ട്രോളുകളൊക്കെ ഇന്ന് രാവിലെ മുതൽ ഇഷ്ടംപോലെ കണ്ടു. അത്തരത്തിൽ ഈ മലയാള നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതാ മനുഷ്യന്മാർ മാറിക്കൊണ്ട് ഈ പറയുന്ന മനുഷ്യന്മാരല്ല ഇവിടെയുള്ളത്, കൃമികീടങ്ങൾക്ക് തുല്യമായിട്ടുള്ള മനുഷ്യന്മാർ പോലും ആണ് ഇന്ന് ഇവിടെ ഉള്ളത് എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വയനാട് കൊല്ലപ്പെട്ട ആ കുട്ടിയെ SFI എന്ന് പറയുന്ന കൊടും ഭീകര സംഘം എന്ന് തന്നെ അക്ഷരം തെറ്റാതെ വിളിക്കാവുന്ന ആ സംഘടന 3 ദിവസം അതിക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ട് ഭക്ഷണം പോലും വെള്ളം പോലും കൊടുക്കാതെ കൊന്നൊടുക്കിയ കുട്ടി എന്ന് തന്നെ പറയേണ്ടതുണ്ട്. ആ കൊന്നൊടുക്കിയ കുട്ടിയെ കാണാമെന്നുണ്ടെങ്കിൽ പ്രബുദ്ധ കേരളത്തിൽ മാത്രമേ പറ്റുകയുള്ളൂ. അത് ചാണകം ചവിട്ടാത്തത് കൊണ്ട് തന്നെയാണ്. സുരേഷ് ഗോപി ആയാലും അതല്ലെങ്കിൽ ഒട്ടേറെ പ്രമുഖ വ്യക്തികൾ BJP-യിലേക്ക് മാത്രം വന്നുകൊണ്ട് അതല്ലെങ്കിൽ ഇവരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ചാണകത്തിൽ ചവിട്ടിക്കൊണ്ട് ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ടും അറിയാം, തലയ്ക്കുള്ളിൽ ആൾതാമസമുള്ള വിവരമുള്ള വിദ്യാഭ്യാസമുള്ള ബുദ്ധിയുള്ള ആളുകൾ കൃത്യമായിട്ട് ചാണകത്തിൽ ചവിട്ടിക്കൊണ്ട് മുന്നോട്ട് വരുമ്പോൾ ഒരു വിവരവും ഇല്ലാത്ത ഈ പറയുന്ന ഇസ്ലാമിക ഭീകരത മാത്രം തലയിൽ പേറിക്കൊണ്ട് നടക്കുന്ന KT ജലീലുമാരെ മാത്രം വിജയിപ്പിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പോലും ആക്കിയിട്ടുള്ള ഈ നാട്ടിലേക്ക് ഇത്തരത്തിൽ പ്രബുദ്ധരായിട്ടുള്ള അതല്ലെങ്കിൽ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ കയറി വരുമ്പോൾ ഏതിൽ ചവിട്ടുന്നു എന്നുള്ളതും KT ജലീലുമാർ എന്തിൽ ചവിട്ടുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നരേന്ദ്രമോദിജി വിഭാവനം ചെയ്തിട്ടുള്ള ഭരണം കൃത്യമായിട്ട് 2014 ശേഷം നാരിയുടെ കീഴിൽ പരിശോധിക്കേണ്ടത് തന്നെയാണ്. ആ പരിശോധന ഒന്നുകൂടി എക്സ്പെർട്ടോട് കൂടി പറയാൻ പറ്റുന്നത് നമ്മുടെ ഈ പറയുന്ന വിപിൻലാൽ തന്നെയാണ്. വിപിൻലാലെ, എന്താണ് നിന്റെ ചൊറിച്ചിലൊക്കെ ഞങ്ങൾ മാറട്ടെ, തുടങ്ങിക്കോ നിന്റെ ചൊറിച്ചിൽ. ടീച്ചർക്കും നമസ്കാരം. നമ്മള് ടീച്ചർ ആദ്യം പറഞ്ഞു നമ്മുടെ കേരളത്തിൽ ചാണകം ചവിട്ടാൻ ഒരുപാട് ആളുകൾക്ക് മടിയാണ്. പക്ഷെ 2016 തിരുവനന്തപുരം നേമം നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ ചാണകത്തിൽ ഒരു പ്രാവശ്യം ചവിട്ടിയതാണ്. ചാണകത്തിൽ ചവിട്ടിയ സമയത്ത് പിന്നീട് 5 വർഷത്തിന് ശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മുടെ ഈ കേരളത്തിലുള്ള ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും തന്നെ ഒരു ഇസ്ലാമിക ഭീകരവാദ ഗ്രൂപ്പുകളുമായിട്ട് കൃത്യമായിട്ട് ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നേമം നിയോജക മണ്ഡലത്തിൽ CPM-ന്റെ സ്ഥാനാർത്ഥി ശിവൻകുട്ടിയായിട്ട് അദ്ദേഹത്തെ പ്രഖ്യാപിക്കുന്ന ഒരു സമയമുണ്ടായി. അതിനുശേഷം ഈ രാജഗോപാൽ നമ്മുടെ കുമ്മനം രാജശേഖരൻ അവിടെ BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നൊരു സാഹചര്യമുണ്ട്. ഈ സമയത്ത് SPP-യുടെ നേമം നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് പരസ്യമായിട്ട് മാധ്യമങ്ങളെ വിളിച്ച് ഒരു വിഷയം പറഞ്ഞു. ഒറ്റ കാര്യം മാത്രമാണ്, ഞങ്ങൾക്ക് ഇവിടെ BJP-യെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഞങ്ങൾക്ക് 10,000-ന് മുകളിൽ വോട്ടുകളുണ്ട്. അപ്പോ ഈ 10,000-ന് മുകളിലുള്ള വോട്ടുകൾ ഞങ്ങളത് കൃത്യമായിട്ട് ഇടതുപക്ഷത്തിന് തന്നെ ചെയ്യുമെന്ന് പരസ്യമായിട്ട് പറഞ്ഞതാണ്. മാധ്യമ പ്രവർത്തകരെ വിളിച്ചുകൂട്ടി പറഞ്ഞതാണ്. ഈ വിഷയം പറഞ്ഞ സമയത്ത് നമ്മുടെ കേരളത്തിലുള്ള കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ വോട്ട് ഞങ്ങൾക്ക് ലഭിക്കും അല്ലെങ്കിൽ തീവ്രവാദികളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്ലാമിക മതമൗലികവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് ലഭിക്കുമെന്ന്